കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മുടെ യാത്രയുടെ 4ാമത്തെ ദിവസം രാവിലെ നമ്മൾ വ്ലോഗ് തുടങ്ങുമ്പോഴത്തേക്കും സമയം 4 മണിയാവാൻ പോകുന്നു കേട്ടോ. 3:58 AM. നമ്മൾ ഒഹായോയിലെ സിൻസിനാറ്റി എന്ന് പറയുന്ന ടൗൺ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു അർജുൻ ഭായ് പറഞ്ഞ്. എന്തായാലും ഇപ്പം ടെമ്പറേച്ചർ 3 ഡിഗ്രി കേട്ടോ. ഇന്നിപ്പോൾ ഒരു 600 കിലോമീറ്ററിൽ നമ്മൾ ബോർഡർ എത്തും. അപ്പം എന്തായാലും നമ്മുടെ ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും യാടെത്തി വീട്ടിൽ പോകാറാവുക. ഇത് ആ ഒരു സിൻസിനാറ്റി ടൗണിൻ്റെ പ്രിമൈസസിലേക്ക് എത്തിയതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. മറ്റേ ലെയിൻസ് എല്ലാം വലുതായി. ഇനിയിപ്പോൾ മിക്കവാറും ടൗണിലേക്ക് നേരെ കയറുമായിരിക്കും. ഈ സിൻസിനാറ്റി കെൻഡക്കിയുടെയും ഒഹായോയുടെയും ബോർഡറിലുള്ള ഒരു വലിയ ടൗണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഹായോയിലേക്ക് അടുക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോഴും കെൻഡക്കിയിലാണ്. നമ്മൾ വിചാരിച്ച പോലെ ഇത് സിൻസിനാറ്റിയുടെ പ്രമൈസസ് അല്ല. ഇത് കെൻഡക്കിയിലെ ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ആ ഫ്ലോറൻസ് എന്ന് പറയുന്ന സിറ്റിയാണിത്. നമ്മുടെ മുമ്പിൽ പോണ ആ ചാർജർ എന്ന് പറയുന്ന ട്രക്ക് ഉണ്ടോ? അതൊരു വലിയ ഇന്ത്യൻ ട്രക്കിംഗ് കമ്പനിയാണ് ഇവിടെ ഉള്ളത്. അവിടെ നമ്മുടെ ഒത്തിരി മലയാളീസ് എല്ലാം ജോലി ചെയ്യുന്നുണ്ട്. സിൻസിനാറ്റി എത്തുമ്പോഴേ ചെറിയ രീതിയിൽ പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട്. കാരണം നന്നായിട്ട് വിഷ്വൽസ് കിട്ടുന്നില്ല. ശരിക്കും നല്ല കിടുക്കൻ വ്യൂസ് ആയിരുന്നു. ഇതൊരു ചെറിയ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആ സിൻസിനാറ്റി ടൗണിൻ്റെ ടൗണിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള കെട്ടിടങ്ങളുടെയൊക്കെ അടിപൊളി കാഴ്ചകളായിരുന്നു. നല്ല സൂപ്പർ കാഴ്ചകൾ. പക്ഷെ മഴ ചെറുതായിട്ട് പെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് വിഷ്വൽസ് ഒന്നും ക്ലിയർ അല്ല. ചേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇന്നലെ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ലൂയിസിയാനയിലായിരുന്നല്ലോ. അപ്പോൾ ലൂയിസിയാനയിൽ നമുക്ക് 23-24 ഡിഗ്രി ആ റേഞ്ചിൽ അത്യാവശ്യം നല്ല ചൂടോട് കൂടിയാണ് നമ്മൾ കിടന്നുകൊണ്ടിരുന്നത്. അതിന് മുമ്പത്തെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച ദിവസം ഉണ്ടല്ലോ, നമ്മുടെ ക്രേ ഫിഷ്, അതൊക്കെ കഴിച്ച സമയത്ത് അന്ന് നമുക്ക് 30 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു ചൂട്. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൻ്റെ അകത്തൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ചേഞ്ച് നമ്മൾ കാണിച്ചില്ലേ. അതായത് ചിലത് -9 നിന്ന് 0 എത്തി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് 8 ഡിഗ്രി 9 ഡിഗ്രി 10 ഡിഗ്രി വരെയൊക്കെ ആയതൊക്കെ കാണിച്ചായിരുന്നു. അതായത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടെറൈൻ മാറുന്നതിനനുസരിച്ചും സമയം മാറുന്നതിനനുസരിച്ചും. അപ്പം ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അത് മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ തമാശക്കാണെന്ന് തോന്നുന്നു. ആരോ ഒരാൾ ഇതുപോലെ ചോദിച്ചു, നിങ്ങളുടെ ഗേജ് ഉണ്ടല്ലോ, ടെമ്പറേച്ചർ ഗേജ് കംപ്ലൈൻ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ മാറുമോ എന്നുള്ള ഒരു രീതിയിൽ തമാശയ്ക്ക് ചോദിച്ചതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇന്നിപ്പോൾ അത് കാണിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ, കാരണം നിങ്ങൾക്കറിയാലോ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ 1% പോലും അതിശയോക്തി ഒരു കാര്യത്തിലും കലർത്തിയേല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മൾ എല്ലാം അതേപടി തന്നെ കാണിക്കാൻ ഉദ്ദേശിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയയും ഗൂഗിളും വിക്കിപീഡിയ എല്ലാം ഉള്ള സമയത്ത് നമ്മളെന്തിനാ അതിശയോക്തിയും കാര്യങ്ങളും കലർത്തുന്നത്? എല്ലാം അതിൻ്റേതായ രീതിയിൽ കൊണ്ടുവരുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. കാരണം ആർക്കെന്ത് വേണേലും ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാനും താല്പര്യമില്ല. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇന്നിപ്പോൾ കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്.
അപ്പോൾ ഇന്നലെ 23 ഡിഗ്രി ആയിരുന്നു നമുക്ക്, ഇന്നിപ്പോൾ നമുക്ക് 2 ഡിഗ്രിയാണ്. അത് ഈ നോർത്ത് അമേരിക്കൻ റീജിയൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കുമല്ലോ അപ്പുറം. ഈ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റി കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കാം ഇത് സംഭവിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടും ഇരിക്കുവാണല്ലോ. അങ്ങനെ രാവിലെ ഒരു 7:30 കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ഒഹായോ ക്രോസ് ചെയ്ത് നമ്മുടെ മിഷിഗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മിഷിഗണിൽ കൂടെ ഒരു 250 കിലോമീറ്ററും കൂടെ ഓടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ സാർണയിലെ ബോർഡർ എത്തും, ഒണ്ടാറിയോ കയറും. എന്തായാലും ഇപ്പോൾ ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ വേറൊരു കാര്യം പറയാം, ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് 23 ഡിഗ്രി. അപ്പം ഇന്നലെ 23, ഇന്നിപ്പോൾ വേണ്ട രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും നമുക്ക് 2 ഡിഗ്രി 3 ഡിഗ്രി മിഷിഗണിൽ. അപ്പം നമ്മൾ ആ ഒരു സദേൺ ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇപ്പം മിഷിഗണിലെത്തി. ഇന്നിപ്പോൾ രാവിലെ നീന ഫോൺ വിളിച്ചപ്പോഴത്തേക്കും പറയുന്നത് കേട്ടു, നമ്മളെ വീട്ടിലൊക്കെ 5 സെൻറ്റിമീറ്റർ വരെ സ്നോ പെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ടെമ്പറേച്ചർ എത്ര അടിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ -1 -2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും ഉച്ച കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഇച്ചിരി കയറാൻ സാധ്യതയുണ്ട്. അപ്പം മെൽറ്റായി പോകുമായിരിക്കും. അതായത് നമുക്ക് ചെല്ലുമ്പോഴത്തേക്കും നോക്കാം എത്രമാത്രം സ്നോ അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഒക്കെ 23-ൽ നിന്ന് ഇന്നിപ്പോൾ രാവിലെ ഒരു നൈറ്റിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ -1 -2 എത്തി. അപ്പോൾ ആ ഒരു 23 ഡിഗ്രിയോളം ചേഞ്ചാണ് നമുക്ക് 12 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ വരാൻ പോകുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇതുപോലെ അത്രയ്ക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് അപ്പും പോകാൻ ലോയും പോകാൻ. ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ -1 -2 ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോണം, 2 ദിവസം മുമ്പ് അവിടെ +10 ആയിരുന്നു ടെമ്പറേച്ചർ. അത് ഇപ്പം ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ആ എൽനീനോടെ ഇതുകൊണ്ടായിരിക്കാം, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കയറി ഇറങ്ങിയും ഇടയ്ക്ക് സ്നോ പെയ്യും, ഇടയ്ക്ക് 10, 12, 15 ഡിഗ്രി വരെ പോയ ദിവസങ്ങളുണ്ട്. എന്നാൽ അവിടുന്ന് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും -15, -14 അങ്ങനെയും കാണുന്നുണ്ട് സ്പ്രിങ്ങിൽ. അപ്പോൾ സ്പ്രിങ് തുടങ്ങിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ് തുടങ്ങിയെന്ന് പറയാം. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ സ്നോയും പെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ ഒരു റീജിയൻ്റെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണിത്. അതോടൊപ്പം തന്നെ ആ പ്രകൃതിയും ചേഞ്ച് ആയത് നിങ്ങൾ കണ്ടോ? വേറൊന്നുമല്ല, അത് ഇന്നലെ എത്രമാത്രം പച്ചപ്പും ഹരിതാപയും മരങ്ങളും ഇലകളും എന്ത് രസമായിരുന്നു. പക്ഷെ അത് ഇപ്പം ഇവിടെ വിൻ്റർ ജസ്റ്റ് തീർന്ന് സ്പ്രിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു നരച്ച സെറ്റപ്പും, മരങ്ങളിലൊക്കെ ആണെങ്കിലും ഇലകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു നരച്ച സെറ്റപ്പ് ഉണ്ടോ അതും. അപ്പോൾ അതെല്ലാം ആ ഒരു ഇതൊക്കെ നമ്മൾ ഒരു ഓവർനൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ മാറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ഗേജിൻ്റെ അകത്ത് കാണിക്കുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും ഒരു അതിശയോക്തി ഇല്ലാതെ എല്ലാം വളരെ റിയലായിട്ട് ഇവിടെ ഉള്ളത് തന്നെയാണ്. Turn right on US 23 North. സമയം 8 മണിയായി. നമുക്ക് ബോർഡറിലേക്ക് 210 കിലോമീറ്ററും കൂടെ ഉണ്ട്. അതിന് മുമ്പ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഇച്ചിരി മിച്ചമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കാണ്ടില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് ഒന്ന് വിട്ട് പോയേക്കാൻ നിർത്തി. ലൗസിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ എടുത്തു. അതുകൊണ്ട് അവിടെ ഒരു ലൗസിൽ നിർത്തി ബ്രേക്ക് എടുക്കാൻ പോകണേ.
അപ്പോൾ ബ്രേക്കും പരിപാടിയെല്ലാം കഴിഞ്ഞ് നല്ലൊരു കാപ്പിയെല്ലാം എടുത്തു. അപ്പോൾ നമുക്ക് നേരെ വിട്ടുപോവാം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം 10 ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സാർണിയ ബോർഡറിൻ്റെ അങ്ങോട്ടുള്ള പോർട്ട് ഹ്യൂറോണിലേക്കുള്ള ഡീവിയേഷൻ എടുത്തു കേട്ടോ. ഇൻ്റർസെപ്റ്റ് 69. അപ്പോൾ ഇതിഞ്ഞ് നമ്മളെ ബോർഡറിലേക്ക് എത്തിക്കും. ഏകദേശം 11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ബോർഡറിലേക്ക് എത്തി കേട്ടോ. നമ്മൾ കേപ്പാക്കി നിർത്തി ഒരു ചായയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നേരത്തേക്ക് നമ്മുടെ അർജുൻ ഭായി ആണെങ്കിലും ഒന്ന് എണീറ്റ് ഫ്രഷായി ഒരു ചായയൊക്കെ എടുത്ത് ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ബോർഡറിൽ സാമാന്യം ഒരു ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വരുമ്പോൾ ഉള്ളതിനേക്കാളും ഒരു ഇച്ചിരി കൂടുതലുണ്ട് ക്യൂ. എന്നാലും ഒരു അരമണിക്കൂറിനുള്ളിൽ ക്ലിയർ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. Yes. Returning from where? Mississippi. Returning from Burlington, Mississippi. What's in the trailer? It is resin compound, Is it live loaded or pre-loaded? live loaded. Seal it. Shipper seal. How's it packaged? It's barrels of liquid. അങ്ങനെ ബോർഡറെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ കാനഡയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഒൻറ്റാറിയോ, കാനഡ. നമുക്ക് നമ്മുടെ ഒരു പെട്രോ പാസ് വരുന്നുണ്ടല്ലോ, അവിടുന്ന് ഫുൾ അടിച്ചില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഡീസൽ അടിച്ചിട്ട് അങ്ങ് പോയേക്കാം. അങ്ങനെ 3 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ യാർഡുള്ള ബോൾട്ടണിലേക്ക് എത്തി കേട്ടോ.
അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ്. 2 കിലോമീറ്റർ നമ്മൾ യാടെത്തും. നമ്മൾക്ക് പിന്നെ നമ്മുടെ ട്രെയിലറൊക്കെ ബാക്കപ്പ് ഇടുക, വണ്ടി പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്താൽ എടുത്തുകൊണ്ട് വീട്ടിൽ പോവുക. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ 2 ദിവസത്തേക്ക് അവധിയായിരിക്കും. മിക്കവാറും അടുത്ത ട്രിപ്പ് നമുക്ക് കാലിഫോർണിയയിലേക്കായിരിക്കും. അല്ലല്ല ഹിന്ദിക്കാരൻ്റെ ഞങ്ങളുടെ യാടെത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞോ? ഒന്ന് തുറന്നാ ഇത് വെക്കേനി. വേണ്ട ഈ ട്രക്കിന്റെ മുകളിൽ കിടക്കുന്ന മഞ്ഞ് കണ്ടോ? ഇന്ന് രാവിലെ ഇവിടെയൊക്കെ നല്ല മഞ്ഞ് പെയ്ത്തായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് മഞ്ഞെല്ലാം ഉരുകി. ഇത് ഇപ്പോൾ 6 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതാണ് ടെമ്പറേച്ചറിന്റെ ഒരു ഇത്. അപ്പൊ ഗൈസ്, നമ്മുടെ ലൂയിസിയാന ട്രിപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ അർജുൻ ഭായ്, ഹാവ് എ ലവ്ലി വീക്കെൻഡ്. താങ്ക് യു. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ബൈ.